So hello guys, welcome back. നമ്മൾ ഇന്ന് ആയില്യം എന്ന ഒരു പൂജ നടക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ. കണ്ണൂരം എന്ന സ്ഥലത്താണ് ഈ നടക്കുന്നത്. നമ്മളെ സ്വന്തം വീട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ രാത്രി വരെ പരിപാടി ഉണ്ടാവും. അതെ, ആരും വന്ന് തുടങ്ങിയിട്ടൊന്നുമില്ല. നിങ്ങൾ നോക്കുക, ഇതൊന്നല്ല ഗൈസ് രാത്രി. ഇനി രാത്രി നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഗൈസ്. ഇതൊന്നല്ല ഗൈസ് രാത്രി കുറച്ച് ക്രൗഡൊക്കെ വരാനുണ്ട് ഗൈസ്. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ രാത്രിയാവും ഗൈസ്. രാത്രി ആയിട്ടുണ്ട് ഗൈസ്. നോക്കുക ഗൈസ്, ഇതാണ് നമ്മുടെ നാഗത്തിലെ പൂജയാണ്. കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് ഉണ്ടാവാറുള്ളൂ. ഇന്ന് മാർച്ച് 11-നാണ് ഇത് നടക്കുന്നത്. കണ്ണൂർ എന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നത്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇത് വേറെ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. നിങ്ങളുടെ വീടും പരിസരങ്ങളിൽ ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം. ഇനി ഓരോരുത്തരായി പേര് വിളിച്ച് ലാസ്റ്റ് ഇത് കാണിച്ചു തരാം. പേര് വിളിക്കുന്നതൊക്കെ നമ്മൾ കാണിച്ചു തരാം. നമ്മളെ വീട്ടിൽ തന്നെയാണിത്. വെള്ളപ്പായസമുണ്ട്, ശർക്കര പായസമുണ്ട്. അപ്പോൾ ഓരോരോ പേര് വിളിച്ചിട്ടാണ് പായസം കൊടുക്കുക. ഇതൊരു ഓരോരുത്തരെ ഒരു പ്രാർത്ഥിച്ചിട്ട് പോകുന്നതാണ്. ഓരോ തിരി വെച്ചിട്ട് അതിൽ കത്തിച്ചിട്ട് പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂജ നടക്കുകൊണ്ടാണ്. എല്ലാവരും ഒരുപാട് പോകുന്നുണ്ട്. ഈ കണ്ണൂർ മാത്രമേ പോകുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾ വേറെ എവിടെയും കാണുന്നതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം. ഓരോരുത്തരായി പോകുന്നു, വരുന്നു, അപ്പോൾ നമ്മൾ ഈ ആചാരം നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. നമ്മുടെ കുടുംബം മുഴുവൻ ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ക്രൗഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ആസ്വദിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട്. നമ്മൾ ആദ്യത്തെ വ്ളോഗാണ്. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ക്ലിക്കല്ലേ ചെയ്യുന്നത്. അത് നമുക്ക് വലിയൊരു പ്രചോദനമായിരിക്കും. ഓരോരുത്തരെയും പോകുന്നുണ്ട്. നമുക്കത് നോക്കാം. നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഇതാണ് ആ പിങ്ക് കളറാണ് നമ്മളെ വീട്. അത്രയും റിച്ചൊന്നല്ല കേട്ടോ. ഇത് പായസങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. കുറേ പായസമുണ്ട്. രണ്ട് തരം പായസങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല പായസമാണ്. നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പായസം. പേര് വിളിക്കാൻ പോവുകയാണ്. പേര് വിളിക്കുന്നുണ്ട്. ഇനി ഇതുകൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ പേര് ഓരോരുത്തരെയും പേര് വിളിച്ച് അവർ മുമ്പോട്ട് വന്ന് ഈ പായസം സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തരായി അതുകൂടി കഴിഞ്ഞിട്ടാണ് നമ്മളെ പരിപാടി അവസാനിക്കുന്നത്. ഇപ്പോഴാണ് ഇപ്പോഴാണ് പേര് വിളിക്കുന്നത്. ഓരോരുത്തരായി പേര് വിളിക്കും. അവർ വന്നിട്ട് വാങ്ങിയിട്ട് പോകും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു. ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടാണ് അടുത്ത സഞ്ജീവൻ ഒരു പായസം വഴിപാട്. ഓരോരുത്തരായി പായസം വാങ്ങുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അടുത്ത ഇനിയും വ്ളോഗും വീഡിയോസ് വരുന്നതാണ്. എല്ലാവരും സപ്പോർട്ട്